അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ആർത്തവക്കാരികളായ സഹോദരിമാർക്ക് അവരുടെ ആർത്തവത്തിൻ്റെ ഘട്ടത്തിൽ നിസ്കരിക്കൽ ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ആർത്തവം കഴിഞ്ഞാൽ ആ സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. റമളാനിലെ നോമ്പ് പോലെ നിസ്കാരം, ആർത്തവത്തിൻ്റെ ഘട്ടത്തിലുള്ള നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നും എല്ലാവർക്കും അറിയുന്ന മസ്അലയാണ്. എന്ന് മാത്രമല്ല, ആർത്തവഘട്ടത്തിലുള്ള നിസ്കാരത്തിനെ ആരെങ്കിലും ഖളാ വീട്ടിയാൽ അത് ഹറാമാണ്, കൂലിയല്ല കിട്ടുക, ശിക്ഷയാണ് കിട്ടുക എന്നുവരെ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില അവസരങ്ങളിൽ ആർത്തവത്തിൻ്റെ ഘട്ടത്തിലുള്ള നിസ്കാരം ഖളാ വീട്ടേണ്ടി വരും, അങ്ങനെ വീട്ടൽ നിർബന്ധമായി വരും. അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു സഹോദരി, ആർത്തവക്കാരിയായ ഒരു സഹോദരി ഒരു നിസ്കാരത്തിൻ്റെ അവസാനത്തെ സമയത്ത്, നിസ്കാരത്തിൻ്റെ വഖത്തിൻ്റെ അവസാന സമയം, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലാനുള്ള സമയം അവശേഷിച്ചിരിക്കെ ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായി കഴിഞ്ഞാൽ ആ സഹോദരിക്ക് ആ വഖത്ത് നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, ആ വഖത്തിന് മുമ്പുള്ള നിസ്കാരം ഇതിനോടൊപ്പം ജംആക്കാൻ പറ്റുന്ന നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം കൂടി ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു ഉദാഹരണ സഹിതം വിശദീകരിച്ചു തരാം നിങ്ങൾക്ക്. അതായത്, ളുഹ്ർ നിസ്കാരവും അസർ നിസ്കാരവും ജംആക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. ളുഹ്റിനെ അസറിലേക്കും അസറിനെ ളുഹ്റിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജംആക്കാമല്ലോ. അതുപോലെ തന്നെ മഗ്രിബിനെയും ഇശാഇനെയും ജംആക്കാൻ കഴിയും, അങ്ങോട്ടും ഇങ്ങോട്ടും ജംആക്കാൻ പറ്റും, നമുക്കറിയാം. സുബ്ഹീനെ പിന്നെ ഒന്നിലോട്ടും ജംആക്കാൻ കഴിയുകയും ഇല്ല. അപ്പോൾ ളുഹ്ർ നിസ്കാരത്തിൻ്റെ അവസാന സമയത്ത്, ളുഹ്റിൻ്റെ വഖത്തിൻ്റെ അവസാനത്തെ സമയത്ത് അല്ലാഹു അക്ബർ എന്ന സമയം അവശേഷിച്ചിരിക്കെ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാൻ തുച്ഛമായി ഒരു 5-6 സെക്കൻഡേ വരുള്ളൂ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർത്തവക്കാരിയായ പെണ്ണ് എന്ത് ചെയ്തത്, ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായത്. അവളെ സംബന്ധിച്ചിടത്തോളം അത് ളുഹ്റിൻ്റെ വഖത്തിൻ്റെ അവസാന ടൈമിലാണല്ലോ. എന്നാൽ അവൾ എന്ത് ചെയ്യണം, ളുഹ്ർ ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്നാൽ ളുഹ്റിൻ്റെ മുമ്പുള്ള നിസ്കാരം സുബ്ഹ് ഉണ്ടല്ലോ, അത് ഖളാ വീട്ടേണ്ടതില്ല. കാരണം സുബ്ഹിയെ ളുഹ്റിലേക്ക് ജംആക്കൂല. ഇനി ഒരാൾ അസർ നിസ്കാരത്തിൻ്റെ വഖത്തിൻ്റെ അവസാന സമയത്ത് ഇതുപോലെ തക്ബീർ ചൊല്ലാൻ സമയം, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലാൻ സമയം മാത്രമേ ലഭ്യമായുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് എന്ത് ചെയ്തത്, ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായത്. എന്നാൽ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അസർ നിസ്കാരം അവൾക്ക് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതിനു പുറമെ ആ അസറിന് മുമ്പുള്ള ളുഹ്റും ഖളാ വീട്ടൽ നിർബന്ധമാണ്. നമ്മൾ ആ ളുഹ്റിനെയൊക്കെ ആർത്തവത്തിൻ്റെ ഒരു സമയമായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. പക്ഷേ ഫുഖഹാക്കൾ വ്യക്തമാക്കി പറഞ്ഞു, കാരണം ളുഹ്റിനെ എന്ത് ചെയ്യാം, അസറിലേക്ക് ജംആക്കാൻ പറ്റും, അസറിനെ ളുഹ്റിലേക്കും ജംആക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ അസറിൻ്റെ അവസാന സമയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ഒരു തക്ബീർ ചൊല്ലാനുള്ള സമയം അവശേഷിച്ചിരിക്കെ പിന്നെ ശുദ്ധിയായതെങ്കിൽ ആ അസറും അതിനു മുമ്പുള്ള ളുഹ്റും ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ ആ വഖത്തിലുള്ള നിസ്കാരം പോലും ഖളാ വീട്ടേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന സഹോദരിമാർ വരെ ഉണ്ടാകും. കാരണം ഇപ്പോൾ ളുഹ്റിൻ്റെ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ, അങ്ങനെ ഇരിക്കുകയാണല്ലോ ശുദ്ധിയായത്, അതുകൊണ്ട് നിസ്കാരം നിർബന്ധമില്ല എന്ന് ചിന്തിക്കുന്നവർ വരെയുണ്ട്. അതായത് ഇപ്പോൾ ളുഹ്ർ നിസ്കാരത്തിൻ്റെ അവസാനത്തെ സമയത്ത്, വഖത്തിൻ്റെ അവസാനത്തെ സമയത്ത് ശുദ്ധിയായി, പക്ഷേ എനിക്കിപ്പോൾ ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയം ഇല്ലല്ലോ, കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇത് ഖളാ വീട്ടേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവർ വരെ ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാനുള്ള സമയം കിട്ടിയിട്ടുണ്ടോ, എന്നാൽ ആ വഖത്ത് നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, അതിന് മുമ്പുള്ള നിസ്കാരം ഇതിനോടൊപ്പം ജംആക്കാൻ പറ്റുന്നതാണെങ്കിൽ അതുകൂടി ഖളാ വീട്ടണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പം മഗ്രിബ് നിസ്കാരത്തിലേക്ക് നമുക്ക് കടന്നു നോക്കാം. മഗ്രിബിൻ്റെ വഖത്തിൻ്റെ അവസാന സമയത്താണ് ഒരു സഹോദരി ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായത്, അല്ലാഹു അക്ബർ എന്നുള്ള ഒരു സമയം അവശേഷിച്ചിരിക്കെ ശുദ്ധിയായതെങ്കിൽ അവർക്ക് ആ സഹോദരിക്ക് ആ മഗ്രിബ് നിസ്കാരം മാത്രം ഖളാ വീട്ടിയാൽ മതി. അതിനു മുമ്പുള്ള അസർ ഖളാ വീട്ടേണ്ടതില്ല. കാരണം അസറിനെ
മഗ്രിബിലേക്ക് ജംആക്കാത്തത് കൊണ്ടാണ്. ഇനി നമ്മൾ ഇഷായിലേക്ക് കടന്നു ചെന്നാൽ ഇഷാ നിസ്കാരത്തിൻ്റെ വഖത്തിൻ്റെ അവസാന സമയം, നിസ്കാരത്തിൻ്റെ അല്ല, ഇഷാൻ്റെ വഖത്തിൻ്റെ അവസാന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാനുള്ള സമയം മാത്രമേ ലഭിച്ചുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായതെങ്കിൽ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇഷാ നിസ്കാരവും അതിനു മുമ്പുള്ള മഗ്രിബും കൂടി എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. കാരണം മഗ്രിബിനെ ഇഷായിലേക്കും ഇഷായിനെ മഗ്രിബിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജംആക്കാൻ കഴിയുമല്ലോ. അതാണ് അതിൻ്റെ മസ്അല. അതേസമയം സുബ്ഹി വഖത്തിൻ്റെ അവസാന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് സമയം അവശേഷിച്ചിരിക്കുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായതെങ്കിൽ ആ സുബ്ഹി നിസ്കാരം മാത്രം എന്ത് ചെയ്താൽ മതി? ഖളാ വീട്ടിയാൽ മതിയാകും. കാരണം സുബ്ഹിയിലേക്ക് പിന്നെ ഇഷായിനെ ജംആക്കാൻ സാധിക്കുകയില്ലല്ലോ എന്ന വിഷയം വളരെ വ്യക്തമായും ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന സംശയം, ഇഷാഇൻ്റെ വഖത്തിൻ്റെ അവസാന സമയത്ത് നമ്മൾ ശുദ്ധിയാകുമ്പോൾ ഈ മഗ്രിബിൻ്റെ സമയത്തൊക്കെ നമ്മൾ ആർത്തവകാരിയായിട്ടാണല്ലോ ഗണിക്കുന്നത്. അപ്പോൾ ആ നിസ്കാരം എന്തിനാ ഖളാ വീട്ടേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. ആ സമയത്തൊക്കെ നമ്മൾ ആർത്തവക്കാരിയാണ് എന്നതുകൊണ്ട് അത് ഖളാ വീട്ടേണ്ടതില്ല എന്ന് അധികം സഹോദരിമാരും ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മസ്അല ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വന്നു. അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ഈ വിഷയം ചിലപ്പോൾ അറിയാത്തതിൻ്റെ പേരിൽ പലരും ആ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചവരും അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചവരൊക്കെ ഉണ്ടാകും. ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഈ അവസരത്തിൽ ചെയ്തത്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ ആർത്തവത്തിൻ്റെ വിഷയം പറഞ്ഞുവെങ്കിൽ ആർത്തവത്തിൻ്റെ വിഷയം മാത്രം അങ്ങനെയല്ല. ഇനി പ്രസവരക്തം, നിഫാസും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഭ്രാന്ത്, ഒരാൾക്ക് ഭ്രാന്തുണ്ടായി, ആ ഭ്രാന്ത് മാറിയത്, ഭ്രാന്തിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ നിർബന്ധമില്ല, ഭ്രാന്തിൻ്റെ സമയത്തുള്ള നിസ്കാരം ഭ്രാന്ത് മാറിയിട്ട് ഖളാ വീട്ടലും നിർബന്ധമില്ല. എന്നാൽ ഇതുപോലെ തന്നെ ഭ്രാന്ത് മാറിയതും ഈ പറഞ്ഞ ഒരു രൂപത്തിലാണെങ്കിൽ അവിടെയും ഈ രൂപത്തിലൊക്കെ ഖളാ വീട്ടേണ്ടി വരും എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.